വയനാട് ദുരന്തം പെയ്തിറങ്ങിയിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ്. രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം കൂടുതൽ ഊർജിതമായ നീക്കമുണ്ടാകുമെന്ന ഉറപ്പാണ് സൈന്യവും മുന്നോട്ട് വെക്കുന്നത്. കാരണം ആ മേഖലകളിലെ ഇന്നത്തെ ഇടപെടലുകളും അത്ര വേഗം ചെയ്യുന്നുണ്ട്. കാരണം ബേലിപ്പേലം പൂർത്തിയാവുന്നതോടുകൂടി കൂടുതൽ വേഗത്തിൽ കൂടുതൽ ആർജവത്തോടെയുള്ള ഇടപെടലുകൾ നമ്മൾ ആ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചൂരൽമല അടക്കമുള്ള ഇടങ്ങൾ, മുണ്ടക്കൈ മേഖല അടക്കമുള്ള പ്രദേശങ്ങൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൂടുതൽ ഇടങ്ങളിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ദൗത്യസംഘത്തിൻ്റെ കൂടുതൽ നീക്കങ്ങളുണ്ടാവാൻ ഇന്നത്തെ ദിവസം വേഗം കൈവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കൂടുതൽ സൈനിക സംവിധാനങ്ങളടക്കം ഈ ബെയിലി പാലം പൂർത്തിയാവുന്നതുകൂടെ ഈ കൂടുതൽ യന്ത്രസമാനങ്ങളടക്കം അങ്ങോട്ടേക്ക് ചെല്ലുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടുകൂടി കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാവും. ദുരന്ത മേഖലയുടെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ആകാശ ദൃശ്യങ്ങളിൽ എങ്ങനെയാണ് ദുരന്തം ആ മേഖലയെ ഇല്ലാതാക്കിയതെന്ന് വളരെ വ്യക്തമായി തന്നെ കാണാനാവുന്നു. വയനാട് എന്ന ഭൂപ്രദേശം ഇനി മനുഷ്യ സാധ്യമല്ലാത്ത ഇടമായി മാറുകയാണോ എന്ന തരത്തിലേക്ക് പോലും ചർച്ചകൾ മാറുകയാണ്. കാരണം തുടർച്ചയായി നേരിടേണ്ടി വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ വയനാടിൻ്റെ ഭൂപ്രകൃതിയെ എത്രയധികം മാറ്റിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്ന കാരണം ഒരുപക്ഷെ നമുക്ക് മുന്നിലുണ്ടാവാം. പലയിടങ്ങളിലും അതിശക്തമായ മഴ അനുഭവപ്പെടുന്നു. പ്രവചനങ്ങൾക്ക് അപ്പുറമുള്ള അസാധാരണ മഴയുടെ സാന്നിധ്യം വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടവയ്ക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സംഭവങ്ങൾ കൂടിയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങൊരുക്കാൻ മൂന്നാം ദിനത്തിൽ കൂടുതൽ പദ്ധതികൾ, കൂടുതൽ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ കണ്ണീരൊപ്പാൻ നമുക്കൊപ്പം ഉണ്ടാവണം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് അവരുടെ കണ്ണീരൊപ്പി അവർക്ക് ആശ്വാസം പകരാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഊർജിതമായ സുമനസ്സുകളുടെ ഇടപെടലുകൾ ഉണ്ടാവണം. സർക്കാർ സംവിധാനങ്ങൾ ഉടർന്ന് പ്രവർത്തിക്കട്ടെ. പക്ഷേ അതിനുമപ്പുറം നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവം നമുക്കുണ്ടാവുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ പകച്ചു നിൽക്കാതെ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിന്ന അനുഭവമാണ് മലയാളികൾക്കുള്ളത്. ആ അനുഭവം ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. വയനാടിന് വേണ്ടി മലയാളികളെല്ലാവരും, ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള മലയാളികൾ ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. MS അനീഷ് കുമാറുണ്ട്. ചൂരൽമലയിലാണ് അനീഷ് ഉള്ളത്. അനീഷ്, ബെയിലി പാലം പൂർത്തിയാവുന്നത് മുറയ്ക്ക് എങ്ങനെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ആക്ഷൻ പ്ലാൻ? അത് സംബന്ധിച്ചൊരു പദ്ധതി ആയിട്ടുണ്ടോ? കാരണം യന്ത്രങ്ങൾ, ഒപ്പം മണ്ണുമാറ്റി യന്ത്രങ്ങൾ, അതൊക്കെ അങ്ങോട്ടേക്ക് കടന്നു വരണം. ബെയിലി പാലത്തിലൂടെ ഇത് സാധ്യമാകുമോ? എന്താണ് നിലവിൽ ഇന്ന് രാവിലെയുള്ള ആക്ഷൻ പ്ലാൻ? എങ്ങനെയാണ് അനീഷ്? നടപടിക്രമങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അല്പസമയത്തിനകം ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പാലം പണി പൂർത്തിയായാൽ അവിടേക്ക് കൂടുതൽ വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടി വേഗത്തിലാവും. നമ്മൾ ഈ ദുരന്തബാധിത മേഖലകളിലെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ അവിടെ കാണുന്ന കണ്ണു നനയിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വീട് ഉണ്ടായിരുന്ന സ്ഥലം. വീടിന്റെ ഒരു ഭാഗമൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും വീട് ആകെ മണ്ണ് നിറഞ്ഞു കിടക്കുന്നു. ഒരു അലമാരിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ വീടിനുള്ളിൽ നിന്നും തെറിച്ചു പോയത് അലമാരിയായിരിക്കാം. ഈ അതിലെ സ്ലിപ്പിൽ ഭവാനി എന്ന ഒരു പേരാണ്. ഗ്രാമീൺ ബാങ്കിൽ പണമടച്ച റെസിപ്റ്റാണ്. രാമകൃഷ്ണൻ എന്ന ഒരാളുടെ വേണ്ടി അടച്ച ആ പണത്തിന്റെ റെസിപ്റ്റാണ് കാണുന്നത്. ഒരുപക്ഷെ പഠിക്കാൻ പോയ മകനാവാം, അല്ലെങ്കിൽ ഭർത്താവിനാവാം അടച്ചത്. ഈ കുടുംബത്തിലെ ആരെങ്കിലും ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നുവെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആ വീടിനുള്ളിലേക്ക് നമ്മൾ പോയാലും ആ കാണുന്ന കാഴ്ചകൾ അത്രമാത്രം ഭീകരമായ കാഴ്ചകളാണ്. എല്ലാത്തിനെയും ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത വിധം ഈ അവസ്ഥയാണ്. ഈ തറനിരപ്പിൽ നിന്ന് ഏതാണ്ട് അര ഭാഗത്തോളം, ഒരു ആൾപ്പൊക്കത്തിലോളം മണ്ണ് ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ഇതിനകത്തൊരു മനുഷ്യജീവിയോ എന്തെങ്കിലും സാമഗ്രി ഉണ്ടെങ്കിൽ പോലും കണ്ടെടുക്കാൻ ഈ അവസ്ഥയിൽ പര്യാപ്തമല്ലാത്ത ഒരു സാഹചര്യം. മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ വന്ന് ഈ മണ്ണൊക്കെ അകത്തു നിന്നും പുറത്തേക്ക് നീക്കിയാൽ മാത്രമാവും. ഈ സ്നിഫർ ഡോഗുകളും മറ്റുമൊക്കെ വന്ന് പരിശോധന നടത്തിയാൽ മാത്രമാവും ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നോ, കുടുങ്ങിക്കിടന്നിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ജീപ്പ്, പോർച്ചിലുണ്ടായിരുന്ന ജീപ്പ് അതേപടി ആ പോർച്ചിൽ നശിച്ച് കിടക്കുന്ന അവസ്ഥ.
സമീപത്ത് തന്നെ ഒരു ബൈക്കുണ്ട്. ഇത്തരത്തിൽ ഈ വീട്ടിലെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ഒഴുകി വന്ന ഉപകരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മറുവശത്ത് ഇത്രയും വലുതല്ലെങ്കിലും താരതമ്യേന ഒരു വീട് നമുക്ക് കാണാം. വീട് നിന്ന സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ. ചേട്ടാ, ഇവിടെ ഉള്ളതാണോ നിങ്ങളൊക്കെ? അതോ ഇതൊക്കെ വീടുകൾ തന്നെയായിരുന്നു. ജനവാസ മേഖല അത് മുഴുവൻ. ഇവിടെ ഒരു പാടി പോലത്തെ ഒരു കോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ കോട്ടേഴ്സാണ് പൂർണ്ണമായി പോയി. 7 റൂം ഉണ്ടായിരുന്നു ഇവിടെ. ഇതിന്റെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, ഒരു ഹോം സ്റ്റേ പോലെ. വീടുകളൊന്നും വിശേഷമില്ല. അനീഷ് സൂചിപ്പിക്കുന്നത് പോലെ അതാണ് സാഹചര്യം. അതായത് കുടുംബങ്ങൾ ഇല്ലാതെ നിശേഷം തകർന്നുപോയ കുടുംബങ്ങളുണ്ട്. നമുക്ക് കണ്ടെത്താനുള്ള ആളുകൾ നിരവധിയുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ ആരും അവശേഷിക്കാത്ത അവസ്ഥയുണ്ടായ സ്ഥലങ്ങളുണ്ട്. അവരുടെ വീടുകളും ആ പരിസരങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് അവർക്ക് സംഭവിച്ചത്? കണക്കെടുപ്പ്, അത് സംബന്ധിച്ച കണക്കെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. അനീഷ് നിൽക്കുന്ന ഇടങ്ങളിൽ ഇപ്പം അനീഷ് കാണിച്ചതിന് സമാനമായ സാഹചര്യത്തിലുള്ള വീടുകൾ വേറെയും ഉണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരുപാടാണ്. ആ ചേട്ടൻ, നാട്ടുകാരൻ തന്നെ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇവിടൊക്കെ ഒരുപാട് വീടുകളുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഈ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ തകർന്ന വീടുകൾ മാത്രമല്ല, മണ്ണിനടിയിൽ പോയ ഇവിടെ ഒരു വീട് നിലനിന്നിരുന്നു എന്നതിന്റെ ഒരു അവശേഷിപ്പ് പോലുമില്ലാതെ നശിച്ചുപോയ വീടുകളുണ്ട്. നമുക്ക് കാണാം മറുവശത്തൊരു വീട് കണ്ടത്. അവിടെ ഒരു പോസ്റ്റ്മാന്റെ വീടായിരുന്നു. ആ പോസ്റ്റ്മാൻ അല്ലേ, അദ്ദേഹം രക്ഷപ്പെട്ടോ? അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വീട് പക്ഷെ നിശേഷം തകർന്നു. അതിന് മുമ്പ് അവിടുന്ന് മാറിയായിരുന്നു. അവർ കുന്നിന് മേലെ കയറി. കുന്നിൻ മേലേക്ക് കയറി. അങ്ങനെയാണ്. ഈ മുകളിൽ ഉണങ്ങാനിട്ട അയയിലിട്ട വസ്ത്രങ്ങൾ പോലും ആ കിടക്കുന്ന കിടപ്പുണ്ടോ? അവിടുന്ന് താഴേക്കാണ് ആ മണ്ണ് ഇടിഞ്ഞു പോവുകയും ആ വീട് പൂർണ്ണമായി നശിച്ചുപോവുകയും ചെയ്തു. അനീഷ് അവരോട് ഒരു കാര്യം ചോദിക്കാമോ? നമ്മൾ ഇപ്പം ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ, അതായത് ആദ്യ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ അവിടെ നാട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഇങ്ങനെ ഒരു അപകടം വരുന്നുണ്ട്, എല്ലാവരും രക്ഷപ്പെടൂ എന്ന സന്ദേശം കൈമാറിയിരുന്നു. ചിലരൊക്കെ ഉയർന്ന പ്രദേശത്തേക്ക് ഓടി മാറി. പക്ഷെ ചിലർക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതെ പോയവരുമാണോ ഈ അപകടത്തിൽപ്പെട്ടത്? അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി അവരോടൊക്കെ ചോദിച്ചറിയാമോ? തീർച്ചയായും നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ ആദ്യം പൊട്ടലുണ്ടായപ്പോൾ നിങ്ങളുടെ ഈ പ്രാദേശികമായുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു നിർദ്ദേശം വന്നിരുന്നു ആദ്യ തവണ? ഞാൻ ഈ വാർഡിന്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിർദ്ദേശം വന്നിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് മാറണം പറഞ്ഞിട്ട് ഒന്ന് ആദ്യത്തെ പൊട്ടില് അപ്പൊ ഇവര് തന്നെ പറഞ്ഞ ഇത് ചെറിയ പൊട്ടല്ലേ, അതുകൊണ്ട് വലിയ കാര്യമാക്കണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കണ്ട് മാറി. പിന്നെ അതിന്റെ ശേഷം ആണ് മൂന്നാമത്തെ പൊട്ടും വന്നതിന്റെ ശേഷമാണ് എല്ലാരും പാടെ ആ കൊടുത്തുകൊണ്ട് പോയത്. ആദ്യത്തെ തവണ പൊട്ടിയപ്പോ പലരും അതിനെ കാര്യമായി ആക്കിയില്ല. പിന്നെയാണ് രണ്ടാമത്തെ പൊട്ടിലാണ് പിന്നെ ഒക്കെ കെട്ടിപ്പറിച്ചിട്ട് കുറെ കണ്ടുപോയി. പിന്നെ വരാൻ പറ്റാത്തതിനാണ് ഇതിലൊക്കെ കുടുങ്ങി കിടക്കുന്നത്. കുറച്ചാളുകൾ മാറുകയും ചെയ്തു. കുറച്ച് ആളുകൾ മാറുകയും ചെയ്തു. അവരെല്ലാം ഇപ്പൊ മേപ്പാടി ഉണ്ട്. മേപ്പാടി പഞ്ചായത്തിലും പിന്നെ മിംസ് ഹോസ്പിറ്റലിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. അതെ. നിങ്ങളൊക്കെ എവിടെയാണ് താമസം? നമ്മളിവിടെ തന്നെ, ഈ വില്ലേജിൽ പെട്ട നമ്മളൊക്കെ. നമ്മളത് പ്രശ്നമല്ല. നമ്മളോടൊക്കെ മാറാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും മാറാൻ വേണ്ടി പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ എവിടെ വെച്ചിട്ട് എവിടെ സ്ഥലമല്ല പോവാന്. ക്യാമ്പുകളൊക്കെ നിറഞ്ഞു നിൽക്കാന്ന് അതിനെ കൊണ്ടാണ്. ഇവരുമൊക്കെ ഇതാണ് സഹിත അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല, വിടുന്നില്ല. ഐഡന്റി കാർഡ് കാണിച്ചു കൊടുത്തിട്ടും വിടുന്നില്ല. അതാണ് ഇവിടുത്തുകാരാണെന്ന് പറഞ്ഞിട്ട് വിടില്ല. സൈന്യത്തിന്റെ സാമഗ്രികളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് ആളുകളെ. സജിത്ത്, ഇതാണ് ഇപ്പോൾ എന്നേക്കാൾ പൊക്കമുള്ള കല്ലുകളാണ് വീണിരിക്കുന്നത്.